ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. വീഡിയോ വ്യക്തമായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിരിക്കണം. കാരണം ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഫുൾ പ്രോസസ്സ് ഞാൻ ഈ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട്, അതായത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് ഞാൻ പ്രസൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരികയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്ത് വെച്ചേക്കുക. പിന്നെ കൂടുതൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് എന്ന യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജിയോ ഫൈനാൻസ് ഫോർ യുവർ ലൈഫ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും മെയിൻ ഇൻ്റർഫേസ്. താഴത്ത് നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് താഴത്തായിട്ട് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ജിയോ ഫൈനാൻസ് ലോക്ക് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ലോക്ക് ചെയ്യാവുന്നതാണ്. ഇനി സ്കിപ്പ് ഫോർ നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അത് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്തു. ദെൻ നിങ്ങൾക്ക് പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അലോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ മെയിനിൽ ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് താഴത്തോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബാങ്ക് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഓപ്ഷൻ താഴത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ അതിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, 0 ബാലൻസ് അക്കൗണ്ടാണ്, അതും കൂടി നിങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. ദെൻ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു OTP വരുന്നതായിരിക്കും. നമ്മൾ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്ത ആ ഒരു നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സേവിങ്സ് എന്നും വാലറ്റ് എന്നും കാണിക്കുന്നുണ്ട്. സേവിങ്സിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നോ മിനിമം ബാലൻസ് റിക്വേർഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഓപ്ഷനായിട്ടുള്ള സേവിങ്സ് എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനടുത്ത് 0 ബാലൻസ് അക്കൗണ്ട് ആണെന്നാണ്. ദെൻ നിങ്ങൾക്ക് താഴത്ത് കാണുന്ന ഗെറ്റ് നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ക്വിക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്, ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നോ ഹിഡൻ ചാർജ്, അതുപോലെ തന്നെ 0 ബാലൻസ് അക്കൗണ്ടാണ്. സോ നിങ്ങൾക്ക് താഴത്ത് ഗെറ്റ് നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എഗെയിൻ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. താഴത്ത് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ദെൻ നിങ്ങളുടെ ആ ഒരു കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ മൊബൈൽ നമ്പർ വെരിഫൈ ആവും. എഗെയിൻ നമുക്ക് ഇമെയിൽ ID വെരിഫൈ ചെയ്യണം. അപ്പം അതിനായിട്ട് നിങ്ങൾ ഇമെയിൽ ID എൻ്റർ ചെയ്യിച്ചും താഴത്ത് കാണുന്ന പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ഫോർ നോ എന്ന ബട്ടൺ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇമെയിൽ ID എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇമെയിലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP കൂടി നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേരിലോട്ട് വരാവുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 ടിക്ക് ബോക്സ് കാണാൻ പറ്റും. അത് 3 നിങ്ങൾ ടിക്ക് ചെയ്യുക. ദെൻ ഐ ആക്സെപ്റ്റ് എന്ന ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ആക്സെപ്റ്റ് ചെയ്തു പോകാം. ഇത് നിങ്ങൾക്ക് 2 രീതിയിലുള്ള അക്കൗണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സേവിങ്സ് അക്കൗണ്ട്, 2 സാലറി അക്കൗണ്ട്. മാക്സിമം നിങ്ങളെല്ലാവരും സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും. ദെൻ ഞാനിവിടെ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. നിങ്ങൾ മന്ത്ലി സാലറി ഒക്കെ കിട്ടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷനാണുള്ളത്. 2 അക്കൗണ്ട് രീതിയിലാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് 400 രൂപ കൊടുത്തിട്ട് ചാർജ് 400 രൂപ വരുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യലോട് കൂടി തന്നെ ഫിസിക്കലായിട്ട് നിങ്ങൾക്കൊരു പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പം അതിനാണ് ആ ഒരു 400 രൂപ അവർ എക്സ്ട്രാ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കലായിട്ടുള്ള പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴത്തുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് മോർ ബെനിഫിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 0 ചാർജിലാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ അത് ക്ലിക്ക് ചെയ്തു. ദെൻ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തിക്കോളൂ. ഇത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് ഈ ഒരു ബോക്സൊക്കെ ടിക്ക് ചെയ്തതിനു ശേഷം ജനറേറ്റ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സെൻഡ് OTP എന്ന ഭാഗം വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത്
കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ കാർഡിൻ്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും, അഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി അഡ്രസ് ഡീറ്റെയിൽസ് നിങ്ങൾക്കിപ്പം നിങ്ങൾ താമസിക്കുന്ന സ്ഥലം വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്, ആധാർ കാർഡിലെ അഡ്രസ്സ് വേറെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ അഡ്രസ് ഡീറ്റെയിൽസിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ആ ടിക്ക് മാർക്ക് ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അഗൈൻ അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഞാനിപ്പം അവിടെ ഒന്നും ചെയ്യുന്നില്ല. ദെൻ അഗൈൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് സ്റ്റാർട്ടഡ്, അതായത് നമ്മുടെ വീഡിയോ KYC ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊരു സെൽഫി എടുത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം പ്രൊസീഡ് ടു സെൽഫി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെർമിഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലെ സർക്കിൾ വരുന്നതായിരിക്കും. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഹെഡ് കറക്റ്റ്ലി വെച്ച് കൊടുക്കുക. ഇത് നിങ്ങളെ അങ്ങോട്ട് വലത്തോട്ടും ഇടത്തോട്ടൊന്നും ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുക ഹെഡ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സെൽഫി വെരിഫിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് KYC ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. വീഡിയോ KYC കംപ്ലീറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മളെ ഫാമിലി ഡീറ്റെയിൽസ് കുറച്ച് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് മാരിറ്റൽ സ്റ്റാറ്റസ്, നിങ്ങൾ വിവാഹിതരാണെങ്കിൽ വിവാഹിതരാണ് എന്നുള്ള മാരീഡ് കൊടുക്കാം, അല്ലെങ്കിൽ അൺമാരീഡ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഫാദർ നെയിം, അതായത് നിങ്ങളുടെ പാൻ കാർഡിൽ നിങ്ങളുടെ ഫാദർ നെയിം ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫാദർ നെയിം കൊടുക്കുക, ഫാദറിൻ്റെ ലാസ്റ്റ് നെയിം കൊടുക്കുക, മദറിൻ്റെ ഫസ്റ്റ് നെയിം കൊടുക്കുക, മദറിൻ്റെ ലാസ്റ്റ് നെയിം കൊടുക്കുക. ദെൻ നിങ്ങൾക്കിവിടെ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു. ദെൻ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ നമ്മളുടെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് ആണ്, അതായത് ഒക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഏത് രീതിയിൽ ജോലിയാണ് ചെയ്യുന്നത്, സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, സ്റ്റുഡൻ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, സാലറീഡ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഏത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഏത് കാറ്റഗറിയിൽ പെട്ട ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി സോഴ്സ് ഓഫ് ഇൻകം എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻകത്തിൻ്റെ സോഴ്സ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാവുന്ന. ആനുവൽ ഇൻകം നിങ്ങൾ ക്ലിക്ക് ചെയ്താണ് സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ആനുവൽ ഇൻകം ഉണ്ട്. നിങ്ങൾക്ക് വാർഷിക വരുമാനമാണ് ആനുവൽ ഇൻകം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ നോമിനി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ആഡ് നോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോമിനി ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട പിന്നെ ആഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ഫോർ നോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കയ്യിലോട് കൂടി നമ്മൾ ഇനി ഫൈനൽ സ്റ്റേജിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിവ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ്, ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് എന്നിവയൊക്കെ പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നോമിനി ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ നമുക്ക് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തോട് കൂടി തീർച്ചയായിട്ടും നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യാനുള്ള പേജിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മുടെ കയ്യിൽ നമ്മുടെ പാൻ കാർഡ് ഉണ്ടായിരിക്കും, നല്ല ലൈറ്റുള്ള സ്ഥലത്തായിരിക്കും, ഇൻ്റർനെറ്റ് കണക്ഷൻ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം. ദെൻ നിങ്ങൾക്ക് നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് KYCക്ക് ഒരു മാനേജർ വരുന്നതായിരിക്കും. ആ ഒരു മാനേജർ നിങ്ങളുടെ പാൻ കാർഡ് കാണിക്കാൻ പറയും. അപ്പോൾ ആ ഒരു പാൻ കാർഡ് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും അത് ചോദിക്കുന്നതായിരിക്കും. ആ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ദെൻ നിങ്ങൾക്ക് MPN സെറ്റ് ചെയ്യാവുന്നതാണ്. MPN നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് MPN സെറ്റ് ചെയ്യുക. ദെൻ അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ MPN നിങ്ങൾക്ക് ഫോർഗെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുകയാണെന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് MPN നിങ്ങൾക്ക് ഫോർഗെറ്റ് ചെയ്തിട്ട് പുതിയ MPN സെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്തതായിട്ടുള്ള നിങ്ങളുടെ ജിയോ പേയ്മെൻറ്റ്സിൻ്റെ ബാങ്കിൻ്റെ നിങ്ങളുടെ കാർഡും അതിൻ്റെ ATM ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വെർച്വൽ ആയിട്ടുള്ള ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും സിമ്പിളായി കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെസ്സേജ് ചെയ്യാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അതുവഴി നമ്മളെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.